പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ബ്രൂണർ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ, അതിൽ കണ്ടെത്തൽ പഠനം, ചാക്രിക ആരോഹണം, ആശയാധാന മാതൃക അതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ നിയമസഭ എന്നുള്ള വിഷയം പ്രൈമറി തലത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ അവരിലോട്ട് എത്തിക്കാം, ദിശ എങ്ങനെ പഠിപ്പിക്കാം, അതുപോലെ തന്നെ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും എന്താണ്, പോർട്ട്ഫോളിയോ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട അടുത്തൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് വൈഗോട്സ്കി. ഇതിനോടകം നടന്ന ഇൻ്റർവ്യൂകളിൽ നിന്ന് പങ്കെടുത്ത അധ്യാപക വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലീവ് വൈഗോട്സ്കി പ്രൈമറി തലത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ആദ്യം വൈഗോട്സ്കിയുടെ കുറച്ച് സംഭാവനകളും അദ്ദേഹത്തിന് പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് വിലയിരുത്താമെന്നുള്ളത് നോക്കാം. പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് ലീവ് വൈഗോട്സ്കി. നമുക്കറിയാം, പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരു പരസഹായമില്ലാതെ, ഒരു അധ്യാപകൻ്റെയോ ഒരു രക്ഷകർത്താവിൻ്റെയോ അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യക്തിയുടെയോ ഒരു സഹായമില്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. വിദ്യാഭ്യാസ രംഗത്ത് അത്തരത്തിലുള്ള ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് വൈഗോട്സ്കി. ഇനി നമുക്ക് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങൾ നോക്കാം. ഒന്നാമത്തത് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, 2 സാംസ്കാരിക ഉപകരണങ്ങൾ, 3 കൈത്താങ്ങ്. ഇതിൽ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് അല്ലേ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ OMR എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഈ സമീപസ്ഥ വികസന മണ്ഡലം? ഓരോ പഠിതാവിനും ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. അതായത് പഠിതാവ് സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു ലെവൽ. അത് കഴിഞ്ഞിട്ട് ഒരു മുതിർന്ന വ്യക്തിയുടെ, ഒരു അധ്യാപകൻ്റെയോ രക്ഷകർത്താവിൻ്റെയോ അല്ലെങ്കിൽ തന്നെക്കാളും അറിവുള്ള ഒരാളിൻ്റെയോ സഹായത്തോടെ ലഭിക്കുന്ന ഒരു മേഖലയും ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭാഗമാണ് അതായത് ഈ രണ്ടിനും ഇടയിൽ വരുന്ന ഭാഗമാണ് സമീപസ്ഥ വികസന മണ്ഡലമെന്ന് പറയപ്പെടുന്നത്. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടി നിലവിലുള്ള വികാസ നിലയിൽ നിന്ന് ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികസന മണ്ഡലത്തിലോട്ട് എത്തിച്ചേരുന്നു അല്ലേ. സമീപസ്ഥ വികാസ മണ്ഡലം, അതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വക്താവും വൈഗോട്സ്കിയാണ്. ഇപ്പോൾ പ്രൈമറി തലത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് ചെല്ലുന്നു, 2-ലോ 3-ലോ 1-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ട് അവർക്ക് അറിയുന്ന അറിവിൽ നിന്ന് കുറച്ചൊരു ഹെൽപ്പ് നമ്മൾ കൊടുത്ത്, കുറച്ചൊരു അറിവ് കൂടെ കൊടുത്ത് നമ്മൾ അവരെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലോട്ട് കൊണ്ടുവരും. ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ, എന്താണ്? സാംസ്കാരിക ഉപകരണങ്ങൾ. ആദ്യത്തെ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, രണ്ടാമത്തത് സാംസ്കാരിക ഉപകരണങ്ങൾ. എന്താണ് സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? അതിനകത്ത് ഭൗതികമായതും സാങ്കേതികമായതുമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അതിനകത്ത് വരും അല്ലേ. അതുമാത്രമല്ല, മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഉപകരണങ്ങളായിട്ട് വരാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ എന്താണ് ഭൗതികമായിട്ട് ഉപയോഗിക്കുന്നത്? പ്രൈമറി തലത്തിലെ ക്ലാസ് എടുക്കാനായിട്ട് ഒരു കണക്ക് അധ്യാപകൻ ക്ലാസ്സിൽ കയറിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഉദാഹരണത്തിനായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് കയറുകയാണ്, മാത്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടാവും കയ്യിൽ? ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ഉപയോഗിക്കാം. അതായത് ഭൗതികമായിട്ടുള്ള ഇപ്പോൾ എണ്ണൽ സംഖ്യകളൊക്കെ പഠിപ്പിക്കാനായിട്ട് മഞ്ചാടിക്കുരുവോ ഈർക്കിലോ കല്ലുകളോ വടിയോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ. അതെല്ലാം ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള ഉപകരണങ്ങൾ വരുന്നതാണ്. ഇനി അപ്പോൾ നമുക്കും സംശയമുണ്ടാവാം, എന്തായിരിക്കാം ഈ മാനസികമായിട്ടുള്ള ഉപകരണങ്ങൾ? അപ്പോൾ അത് ചോദിക്കുമ്പോൾ മാനസികമായിട്ട് ഉപകരണങ്ങളോ എന്നൊരു ഡൗട്ട് വരാം. ഡൗട്ടൊന്നും വേണ്ട. നമ്മളിപ്പോൾ ക്ലാസ്സിൽ നിൽക്കുകയാണേ, കുട്ടികളെ നമ്മളിപ്പോൾ സൂത്രവാക്യങ്ങൾ പഠിപ്പിക്കാറില്ലേ, എഞ്ചുവടി പഠിപ്പിക്കാറില്ലേ, എണ്ണാനും ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കും അല്ലേ. അതാണ് മാനസിക ഉപകരണങ്ങൾ വരുന്നത്. അപ്പോൾ അത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള ഉപകരണങ്ങളും, ഒന്ന് മാനസികമായിട്ടുള്ള ഉപകരണങ്ങളും. അടുത്തത് ഏതാണ്? കൈത്താങ്ങ്. എന്താണ് കൈത്താങ്ങ്?
തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായത്തെയാണ് വൈഗോട്സ്കി എന്തെന്ന് പറഞ്ഞത്? കൈത്താങ് എന്ന് പറഞ്ഞത് അല്ലേ? അതായത് പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാപ്തനാക്കുന്നു. നമ്മൾ അവനെ സഹായിക്കുന്നു. ആ ഒരു സഹായത്തിനെയാണ് മുതിർന്നവരിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ആ ഒരു സഹായത്തെയാണ് കൈത്താങ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ കൈത്താങ്ങുകൾ കുട്ടികൾക്ക് നൽകാൻ കഴിയും? ആവശ്യം വേണ്ട ചില സൂചനകൾ നമുക്ക് കൊടുക്കാം അല്ലേ? ചില വിശദീകരണങ്ങൾ കൊടുക്കാം. എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കാം. പിന്നെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ മറ്റെന്താണ്? ചിന്തയെ നയിക്കാനുള്ള ചോദ്യങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ ആ ചിന്തകൾ നയിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉത്തരത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും അല്ലേ? അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൈത്താങ്ങിൽ പെടുന്നതാണ്. അതായത് കുട്ടിക്ക് സ്വന്തമായിട്ട് ആ ഒരു പഠനം സാധ്യമാകുന്നത് വരെ അധ്യാപകൻ എന്ത് ചെയ്യണം? ആ കൈത്താങ് നൽകണം. എന്താണോ അവൻ്റെ ലക്ഷ്യം അവനത് സ്വന്തമായി ആർജിച്ച് മികവുറ്റ രീതിയിൽ അത് കരസ്ഥമാക്കുന്നത് വരെ അധ്യാപകൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ കൈത്താങ് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിൽ വൈഗോട്സ്കിയുടെ ചെറിയൊരു ഭാഗം അല്ലേ, വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, സാംസ്കാരിക ഉപകരണങ്ങൾ, കൈത്താങ്, ഈ 3 ഭാഗമാണ് പഠിച്ചത്. അത് ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചെറിയ ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് സ്കോറിങ്ങും ഗ്രേഡിങ്ങും? അതായത് PSC LP UP ഇൻ്റർവ്യൂവിന് എല്ലാ പ്രാവശ്യവും പാനൽ ബോർഡ്, അതായത് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് സ്കോറിങ്ങും ഗ്രേഡിങ്ങും. ഇൻ്റർവ്യൂ പാനൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് സ്കോറിങ്ങും ഗ്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്കോറിങ്ങിനെ അപേക്ഷിച്ച് ഗ്രേഡിങ്ങിനുള്ള മേന്മകൾ എന്താണ്? ഒരു അധ്യാപകനാകാനിരിക്കുന്ന നിങ്ങൾക്ക് സ്കോറിംഗ് ആണോ നല്ലതായിട്ട് തോന്നിയത്, ഗ്രേഡിംഗ് ആണോ ബെറ്ററായിട്ട് തോന്നിയത് എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. ഇത്തവണത്തെ ഇൻ്റർവ്യൂവിനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്കോറിങ്ങിനെ അപേക്ഷിച്ച് ഗ്രേഡിങ്ങിനുള്ള മേന്മകൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. സ്കോറിംഗ് അറിയാലോ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? കുട്ടികൾക്ക് കിട്ടുന്ന മാർക്ക്, ഇപ്പോൾ 100 മാർക്കിന് 100 കിട്ടുന്ന ആൾ റാങ്കിങ്ങിൽ 1ാമത് വരും. അപ്പോൾ 1 മാർക്കിൻ്റെ വ്യത്യാസം വരുന്ന 99കാരനോ അവൻ 2ാമത്തെ റാങ്കിൽ വരുന്നു അല്ലേ? അപ്പോൾ ഈ 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കുട്ടികളെ തരംതിരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സ്കോറിങ്ങിൻ്റെ ആദ്യത്തെ ഒരു നിലവാരം എന്ന് പറയുന്നത്. അതായത് അത് നമുക്ക് വേണമെങ്കിൽ ഒരു പോരായ്മ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അല്ലേ? കാര്യം എന്താണ്? 1/2 മാർക്കിൻ്റെയോ 1 മാർക്കിൻ്റെയോ വ്യത്യാസത്തിൽ തന്നെ റാങ്കിലൊക്കെ ഒരുപാട് പുറകിൽ വരാനായിട്ടത് കാരണമാകുന്നു. അത് സ്കോറിങ്ങിൻ്റെ ഒരിതാണ്. എന്നാൽ ഗ്രേഡിംഗ് വന്നാലോ 1-2 മാർക്കിൻ്റെ വ്യത്യാസം വെച്ച് പഠിതാവിനെ എന്ത് ചെയ്യുന്നില്ല? വേർതിരിച്ച് ഒഴിവാക്കപ്പെടുന്നില്ല. അത് സ്കോറിങ്ങിനെ അപേക്ഷിച്ച് ഗ്രേഡിങ്ങിൻ്റെ ഒരു മേന്മ തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ ഈ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വിലയിരുത്തുമ്പോൾ ക്ലാസ്സിലായിരുന്നാലും ഇപ്പോൾ പേരൻസ് ആയിരുന്നാലും കുട്ടികളെ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും അല്ലേ? അവൻ 1ാം റാങ്ക്, പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള മാർക്കിൻ്റെ വ്യത്യാസം ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഗ്രേഡിംഗ് സമ്പ്രദായത്തിലോട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ കുട്ടികൾ തമ്മിലുള്ള മത്സരം അവിടെ ഒരു തരത്തിൽ നോക്കിയാൽ അത് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ 2-3 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം A+കാരൻ അവരെല്ലാവരും A+കാരായിരിക്കും. അതുപോലെ തന്നെ A ഗ്രേഡ് കിട്ടുന്നവരോ ഒരു നിശ്ചിത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കവിടെ വേർതിരിവ് ഉണ്ടാകുന്നില്ല. അതൊരു പ്ലസ് തന്നെയാണ്. ഇപ്പോൾ സ്കോറിങ്ങിനെ അപേക്ഷിച്ച് ഗ്രേഡിങ്ങിന് ഉണ്ടാകുന്ന മേന്മകളിൽ നമുക്ക് ആദ്യം അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ചിലപ്പോൾ LPക്കും UPക്കും കൊടുക്കുന്ന പോയിൻ്റ് നില, ഗ്രേഡിൻ്റെ പോയിൻ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതറിയാം നമുക്ക്. LPക്കും UPക്കും 5 പോയിൻറ്റുകളാണ്. അതായത് A B C D E എന്നതും. എന്നാൽ ഹൈസ്കൂൾ തലത്തിലോട്ട് പോകുമ്പോൾ അത് എത്രയാകുന്നു? 9 പോയിൻ്റായിട്ട് മാറുകയാണ്. നമുക്കതറിയാമല്ലോ. A+, A, B+, B അങ്ങനെ തുടങ്ങി 9 പോയിൻറ്റുകളാണ്. അതും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നവരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതുപോലെ ഇൻ്റർവ്യൂ ബോർഡ് ഒരിക്കലും മാറ്റിവെക്കാത്തൊരു സബ്ജക്റ്റാണ് കറണ്ട് അഫേഴ്സ്. അപ്പം നമുക്കിനി ഒരല്പം കറണ്ട് അഫേഴ്സ് കൂടെ നോക്കിപ്പോകാം. അതിന് മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തിൽ പുതിയ ഗവർണർ വന്നു അല്ലേ? കേരളത്തിലെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ അല്ലേ? അപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. തൊട്ട് മുന്നേ ആരായിരുന്നു? ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടുത്തെ ഗവർണറാണ്? ബീഹാറിലെ. ഇപ്പോൾ
ബീഹാറിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ. മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ദ്രോണാചാര്യ അവാർഡും അർജുന അവാർഡും കേരളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയത് ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരനാണ്. ഓർത്ത് വയ്ക്കുക, ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരനാണ് ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയത്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് ചാമ്പ്യനായ സജൻ പ്രകാശിനാണ് അർജുന പുരസ്കാരം കിട്ടിയത്. അപ്പോൾ അർജുന അവാർഡ് കിട്ടിയത് സ്വിമ്മിംഗ് ചാമ്പ്യനായ സജൻ പ്രകാശ്. അപ്പോൾ രണ്ടും ഓർത്ത് വയ്ക്കുക. അടുത്തത് ISRO ചെയർമാനായ എസ് സോമനാഥൻ എന്ത് ചെയ്തു? പടിയിറങ്ങി അല്ലേ? സോമനാഥൻ മാറി. ഇപ്പോൾ പുതിയ ISRO ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. അപ്പോൾ മറക്കണ്ട, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ നമ്മുടെ പ്ലേബാക്ക് സിംഗറായ പി ജയചന്ദ്രൻ അന്തരിച്ചു അല്ലേ? എന്താണ് പി ജയചന്ദ്രൻ്റെ മുഴുവൻ പേര്? പാലിയത്ത് ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ എന്താണ്? പാലിയത്ത് ജയചന്ദ്രൻ. അതുപോലെ തന്നെ ഒരു 2-3 ദിവസത്തെ പത്രത്തിലുണ്ടായിരുന്നതാണ് 3 അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്ട് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കേരളത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ചോദിക്കാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു? അത് ഒന്നാമത്തത് വർക്കലയ്ക്ക് കിട്ടിയത് നാഷണൽ സർഫിംഗ് ചാമ്പ്യൻഷിപ്പാണ്. മറക്കരുത്, വർക്കലയ്ക്ക് കിട്ടിയത് നാഷണൽ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ്. വർക്കല എവിടത്തെയാണ്? തിരുവനന്തപുരം ജില്ലയുടെയാണെന്ന് അറിയാം അല്ലേ? രണ്ടാമത്തത് വാഗമൺ ഏത് ജില്ലയിലാണ്? അറിയാം, ഇടുക്കി ജില്ലയിലാണ്. വാഗമണിന് കിട്ടിയത് ഇൻ്റർനാഷണൽ ആക്യുറസി കപ്പാണ് കിട്ടിയത് കേട്ടോ. പാരാഗ്ലൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ആക്യുറസി കപ്പ് പാരാഗ്ലൈഡിങ്ങിനാണ് വാഗമണിന് കിട്ടിയത്. മൂന്നാമത്തത് മാനന്തവാടിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ മൗണ്ടൻ ടെറൈൻ ബൈക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ്. അത് മാത്രം ഓർത്ത് വയ്ക്കുക, ബൈക്കിംഗ് ചാമ്പ്യൻഷിപ്പ്. മാനന്തവാടി എവിടെയാണ്? വയനാട്. അപ്പോൾ അത് 3 മനസ്സിലായി. 1 വർക്കല, 2 വാഗമൺ, 3 മാനന്തവാടി. അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതാണ്. അതും മറക്കാതെ പഠിച്ചു വയ്ക്കുക. അടുത്തത് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ആഘോഷിച്ചത്. 2025 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി 26 നമ്മൾ ആഘോഷിച്ചത്. ഇനി അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ 76th റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? പ്രബോവോ സുബിയാൻറ്റോ. അതായത് ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ പ്രബോവോ സുബിയാൻറ്റോ. അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒരല്പം സൈക്കോളജിയും പിന്നെ എന്ത് ചെയ്തു, കുറച്ച് കറണ്ട് അഫേഴ്സും നമ്മൾ പഠിച്ചു. അപ്പോൾ നന്നായിട്ടത് പഠിച്ചെടുക്കുക. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ.